ഹലോ, നമസ്കാരം. ആര്? പെണ്ണെ, നീയായിരുന്ന? എന്തുണ്ട് വിശേഷം? നീ ഒരുപാട് ദിവസമായല്ലോ എന്നെ വിളിച്ചിട്ട്. ആ ആ നിന്റെ മോക്ക കല്യാണമായ? പയ്യൻ എന്തൊരു ജോലി? കൂലിപ്പണിയാ? അത് നല്ലത് കേട്ടാ. കൂലിപ്പണി ആയിരുന്നാലും രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ കെട്ടിച്ചങ്ങ് വിടണം. ഗവൺമെന്റ് ജോലിയും പോക്തേന്ന് നോക്കിയിട്ട് കഥയില്ല ആപ്പി. എത്രയോ സ്ഥലത്ത് ഗവൺമെന്റ് ജോലിയുള്ളിടത്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അത് പെണ്ണിനും ചെറുക്കനും ഇഷ്ടമാണെങ്കിൽ കെട്ടിച്ചങ്ങ് വിട്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ നീ ഇപ്പൊ താമസിക്കണ എവിടാ? അവിടെ തന്നെ, പ്രാവച്ചമ്പലത്ത് തന്നെ? ഓ, അതിൻ്റെ അടുത്തല്ലേ എവിടെ അന്ന് കല്യാണ വീട്ടിൽ പപ്പടത്തിന് വേണ്ടി അടിയൊക്കെ കൂടി ഭയങ്കര പ്രശ്നമൊക്കെ ആയി? ഓ, പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ. കല്യാണ വീട്ടിൽ ചില വീട്ടിലൊക്കെ ഇതുപോലെ പ്രശ്നങ്ങൾ നടത്താൻ വേണ്ടി ഒരുപാടെണ്ണം വരും. എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ മതിയെന്നേ. ഒന്നേ പപ്പടത്തിന് വേണ്ടി, അല്ലെങ്കിൽ നേരത്തെ ഭക്ഷണം കൊടുത്തില്ലെന്ന് വേണ്ടി. കടവും കാവലും മാറ്റി വളരെ ബുദ്ധിമുട്ടിയാണ് മക്കളെ കല്യാണങ്ങൾ നടത്തുന്നത്. അപ്പോൾ അവിടെ അലങ്കോലപ്പെടുത്താൻ വേണ്ടി ഇതേപോലെ കുറേ എണ്ണം വരുമെന്നേ. ഒരെണ്ണക്കൊയ്യ കല്യാണം നടത്താതിരിക്കണതാണ് നല്ലത്. പെണ്ണിൻ്റെ വീട്ടുകാരും ചെറുക്കൻ്റെ വീട്ടുകാരും മാത്രം മതി സുഖം. അത്രേ ഉള്ളൂ. പിന്നെ വേറെ വിശേഷം? പിന്നെ പിന്നെ ഞാൻ വരും. ഞാൻ മാത്രമല്ല, എൻ്റെ ഭാര്യയും വരും കേട്ടോ കല്യാണത്തിന്. നിന്റെ ഭർത്താവ് ഇപ്പൊ ഇവിടെ ഉണ്ടാ? അതേ വെളിയില്ല? പുറത്ത് തന്നെ? ഓ ഓ ഓ ഓ അപ്പോഴേ അവിടെ വരുമ്പം കാണാമല്ലോ നമുക്ക്. ശരി 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 ശരി, പിന്നെ വയ്ക്കട്ടാ. പാവങ്ങള് കടവും കാവലും മാറ്റി കല്യാണം നടത്തി കൊടുക്കും. അവസാനം ആകുമ്പോഴത്തേക്ക് അവിടെ അലങ്കോലപ്പെടുത്താൻ വേണ്ടി കുറേ എണ്ണം വരും. അയ്യോ, കഷ്ടം.